നമുക്ക് പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ധ്യാനം ആരംഭിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ, നീ എഴുന്നള്ളി വരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പരിശുദ്ധാത്മാവ് നിലനിൽക്കണം. ഞങ്ങളെ വായിക്കുന്ന ഭാഗങ്ങൾ പരിശുദ്ധാത്മാവ് ഞങ്ങളെ പഠിപ്പിക്കണം. അർത്ഥതലങ്ങളിലേക്ക്, ആഴമുള്ള അർത്ഥതലങ്ങളിലേക്ക് ഞങ്ങളെ കൊണ്ടുപോയി അത് ഞങ്ങളുടെ ജീവിതത്തിന് പ്രയോജനപ്രദമായ രീതിയിൽ ജീവിക്കുവാനും കർത്താവിനെ ഞങ്ങളുടെ രക്ഷകനായി സ്വീകരിച്ച് രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുവാനും അനേകർ വചനങ്ങൾ കേട്ട് കർത്താവിൽ പിൻചെല്ലുവാനും കർത്താവ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ കൃപ ഞങ്ങളോടുകൂടി ഇരിക്കണം. പരിശുദ്ധാത്മാവ് നിറവ് തരണം. വാക്കുകളെയും തരണം. അടിയനെയും സമർപ്പിക്കുന്നു. കേൾക്കുന്ന എല്ലാവരെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. അനുഗ്രഹിക്കണമേ, കൃപയുണ്ടാകണമേ. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ, ആമീൻ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് എഫേസോസ് ലേഖനം 5-ാം അധ്യായം 22-ാം വാക്യം മുതലാണ്. ഞാൻ 22-ാം വാക്യം വായിക്കുന്നു. ഭാര്യമാരെ, നിങ്ങൾ കർത്താവിന് എന്നതുപോലെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവീൻ. ഭാര്യമാർ ഭർത്താക്കന്മാർക്ക് കർത്താവിന് എന്ന പോലെ വിധേയമായിരിക്കണം എന്നാണ് പൗലോസ് ഇവിടെ നമ്മളോട് പറയുന്നത്. എന്തുകൊണ്ടാണ് കർത്താവിന് എന്നതുപോലെ എന്നെടുത്ത് പറഞ്ഞത് എന്താണെന്ന് പൗലോസ് അവിടെ വ്യക്തമാക്കുന്നില്ല. എങ്കിലും നമുക്ക് ചിന്തിക്കാവുന്നത് ഇക്കാര്യം തന്നെ, ഇതേ ആശയം തന്നെ 6-ാം അധ്യായത്തിലും പൗലോസ് എഴുതിയിട്ടുണ്ട്. ക്രിസ്തീയ വിശ്വാസികൾ ഒരേ ശരീരത്തിൻ്റെ അവയവങ്ങൾ ആണെന്നും 4:25 പൗലോസ് എഴുതിയിരിക്കുക. ആ അർത്ഥത്തിൽ ക്രിസ്തുവുമായുള്ള കൂട്ടായ്മയിലുള്ള ആദരവോടുകൂടി വിശ്വാസികൾ പരസ്പര ബന്ധം പുലർത്തണം എന്നാകാം പൗലോസ് ഉദ്ദേശിക്കുന്ന ഒരാശയം. മറ്റൊന്നിങ്ങനെ നമുക്ക് ചിന്തിക്കാം. ക്രിസ്തു തൻ്റെ ഉയർത്തലാലും, ക്രൂശിൽ തൂങ്ങി മരിച്ചല്ലോ, ഉയർത്തലാലും ഉയർത്തെഴുന്നേൽപ്പിനാലും പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുകയാണ്. അവനാണ് എല്ലാത്തിൻ്റെയും അധികാരി. ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ അവിടുത്തെ വലത്തുവശത്ത് ഇരുത്തുകയും ചെയ്തപ്പോൾ അവനിൽ പ്രവർത്തിച്ചത് ഈ ശക്തിയാണ്. എഫേസോസ് 1:20 പൗലോസ് എഴുതിയിരിക്കുകയാണ്. മാനുഷിക സ്ഥാപനങ്ങളിൽ തൻ്റെ ശക്തിയും സാന്നിധ്യവും നിറഞ്ഞു നിൽക്കുകയാണ്. സമർപ്പിതവും ശ്രേഷ്ഠവുമായ സേവനം ക്രിസ്തുവിന് ചെയ്യുന്നതായി നമ്മൾ അല്ലെങ്കിൽ പൗലോസ് കണക്കാക്കുന്നു. സമർപ്പിതമായതാണോ ശ്രേഷ്ഠമായതാണോ അങ്ങനെയുള്ള ഏത് സേവനവും അത് കർത്താവിന് ചെയ്യുന്നതായിട്ടാണ് പൗലോസ് കണക്കാക്കുന്നത്. നമ്മളും അങ്ങനെ തന്നെ കണക്കാക്കണം. കുടുംബം കർത്താവിനാൽ സ്ഥാപിതമാണ്. അത് നമ്മൾ ഓർക്കണം. നമ്മളുണ്ടാക്കിയ ഒരു വ്യവസ്ഥിതിയല്ലത്, കർത്താവിനാൽ സ്ഥാപിതമായ ഒരു കാര്യമാണ്. അവിടെ ഭാര്യമാരുടെ കടമ എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് ക്രിസ്തീയ കുടുംബങ്ങൾ അതറിഞ്ഞണം. ഭാര്യമാരുടെ കടമ അവിടെ എന്താണെന്ന് ഭാര്യമാരും അറിയണമല്ലോ. ഉത്തമയായ ഒരു ഭാര്യയെക്കുറിച്ച് സുഭാഷിതങ്ങൾ 31-ാം അധ്യായം 10 മുതൽ 31 വരെ വിവരിച്ചിട്ടുണ്ട്. അതനുസരിച്ചാൽ അതനുസരിച്ച് ജീവിക്കുന്ന ഏത് ഭാര്യമാരും ഉത്തമയായ ഭാര്യയായിരിക്കും. അവിടുത്തെ പറഞ്ഞിരിക്കുന്ന ചില ആശയങ്ങൾ ഞാനൊന്ന്
പറയാം. ഒന്ന്, അവൾ രത്നങ്ങളെക്കാൾ അമൂല്യത്രേ. ഉത്തമ ഭാര്യ വളരെ അമൂല്യമായ ഒന്നാണ്, രത്നങ്ങളെക്കാൾ വില കൂടിയതാണ്. ഭർത്താവ് അവളിൽ വിശ്വാസമർപ്പിക്കുന്നു. അപ്പോൾ ഉത്തമമായ ജീവിതം നയിക്കുന്ന ഭാര്യയാണെങ്കിൽ ഭർത്താവിൻ്റെ വിശ്വാസം അവൾ ആർജിച്ചിരിക്കും. ഭർത്താവ് വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു സ്ത്രീയാണെന്നുള്ളത് കൊണ്ടാണ്. മൂന്നാമത്തെ ഒരു കാര്യം, അവൾ ഭർത്താവിന് നന്മ ചെയ്യുന്നു. അത് ശ്രദ്ധിച്ചോണം. ഭാര്യ ഭർത്താവിന് നന്മ ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കും. ഭർത്താവിന് നന്മ ചെയ്യണം, അതാണ് ഭാര്യയുടെ കടമ. പിന്നെ അവൾ നെയ്തെടുക്കുന്നു. 5, അകലെ നിന്ന് ആഹാര സാധനങ്ങൾ കൊണ്ടുവരുന്നു. 6, പുലർച്ചയ്ക്ക് മുമ്പേ എഴുന്നേറ്റ് ഭക്ഷണം ഒരുക്കുന്നു. 7, പരിചാരകമാർക്ക് ജോലികൾ നിർദ്ദേശിച്ചു കൊടുക്കുന്നു. 8, നല്ല നിലം നോക്കി വാങ്ങുന്നു. 9, മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിക്കുന്നു. 10, കൈ ചുറുക്കോടെ ജോലി ചെയ്യുന്നു. 11, വ്യാപാരം ലാഭകരമാണോ എന്ന് പരിശോധിക്കുന്നു. 12, നൂൽ നൂക്കുന്നു. 13, ദരിദ്രർക്ക് ദാനം ചെയ്യുന്നു. 14, പാവങ്ങളെ സഹായിക്കുന്നു. 15, കുടുംബങ്ങൾക്ക് തണുപ്പ് കാലത്തേക്ക് ഇരട്ട വസ്ത്രം നിർമ്മിക്കുന്നു. 16, സ്വയം വിരിപ്പുകൾ നിർമ്മിക്കുന്നു. 17, ചണവസ്ത്രങ്ങൾ ഉണ്ടാക്കി വിൽക്കുന്നു. 18, അരപ്പട്ടകൾ വ്യാപാരിക്ക് എത്തിച്ചു കൊടുക്കുന്നു. 19, ഭാവിയെ നോക്കി പുഞ്ചിരിക്കുന്നു. 20, വായിൽ നിന്ന് ജ്ഞാനം മാത്രമേ പുറത്തു വരുള്ളൂ. 21, നാവിൽ ദയാമസൃണമായ വാക്കുകൾ ഉണ്ടായിരിക്കും. 22, കുടുംബാംഗങ്ങളുടെ നടപടി വീക്ഷിക്കുന്നു. കുട്ടികളൊക്കെ എന്ത് ചെയ്യുന്നു, എവിടെ നിന്നാണ് വരുന്നത്, എങ്ങോട്ടാണ് പോകുന്നതെന്നൊക്കെ അറിഞ്ഞിരിക്കണ്ടേ. 23, അലസതയുടെ അപ്പം ഭക്ഷിക്കുന്നില്ല. 24, അവൾ ഭാഗ്യവതിയാണ്. 25, പല സ്ത്രീകളുടെയും കഴിവുകളെ അതിശയിക്കുന്ന കഴിവ് അവൾക്കുണ്ട്. ഇത്രയും ഗുണങ്ങളും ലക്ഷണങ്ങളും ഉത്തമമായ ഒരു ഭാര്യയ്ക്ക് ഉണ്ടായിരിക്കണമെന്ന് ദൈവവചനം പറയുകയാണ്. സുഭാഷിതങ്ങൾ 31-ാം അധ്യായം 10 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ നമ്മളെല്ലാവരും അത് വായിച്ചിരിക്കണം. ആധുനിക കാലഘട്ടത്തിലെ എല്ലാ രംഗങ്ങളിലും പുരുഷന്മാരോടൊപ്പം തുല്യത, അതാണല്ലോ ഇന്നത്തെ സ്ത്രീകളുടെ ആഗ്രഹം. അപ്പോൾ ആ സ്ത്രീകൾ മാതൃകയാക്കേണ്ടത് ഈ ഉത്തമയായ സ്ത്രീ എന്ന് പറഞ്ഞിരിക്കുന്ന ഈ സ്ത്രീയാണ്. നോക്കി അങ്ങ് പഠിച്ചാൽ മതി, അതുപോലെ അങ്ങ് ആയിരുന്നാൽ മതി. 1 തിമോത്തിയോസ് 3:11 വാക്യത്തിൽ ഡീക്കന്മാരുടെ ഭാര്യമാർ എങ്ങനെ ആയിരിക്കണമെന്ന് പൗലോസ് സൂചിപ്പിക്കുന്നുണ്ട്. ഡീക്കന്മാരുടെ ഭാര്യമാർ ഗൗരവ ബുദ്ധിയുള്ളവരും പരദൂഷണം പറയാത്തവരും സംയമനമുള്ളവരും. അവർ സംയമനമുള്ളവരായിരിക്കണം, എല്ലാ കാര്യങ്ങളിലും വിശ്വസ്തത ഉള്ളവരുമായിരിക്കണം. ഇതാണ് പൗലോസ് ഉദ്ബോധിപ്പിക്കുന്നത്. തീത്തോസിന് എഴുതിയ ലേഖനത്തിലും പൗലോസ് ഒരു കാര്യം പറയുന്നുണ്ട്. 1 തീത്തോസ് 2:4-5 വാക്യങ്ങൾ, ഭർത്താക്കന്മാരെയും കുട്ടികളെയും സ്നേഹിക്കാനും വിവേകവും ചാരിത്രശുദ്ധിയും കുടുംബജോലികളിൽ താൽപ്പര്യവും ദയാശീലവും ഭർത്താക്കന്മാരോട് വിധേയത്വവും ഉള്ളവരാകാനും യുവതികളെ അവർ പരിശീലിപ്പിക്കട്ടെ. അങ്ങനെ ദൈവവചനത്തെ അപകീർത്തിയിൽ നിന്ന് ഒഴിവാക്കാൻ അവർക്ക് കഴിയും. ഇപ്രകാരം തന്നെ ആത്മനിയന്ത്രണം പാലിക്കാൻ യുവാക്കന്മാരെ ഉത്ബോധിപ്പിക്കുക. പത്രോസ് നമുക്കൊരു ഉപദേശം തരുന്നുണ്ട്. 1 പത്രോസ് 3:1, ഭാര്യമാരെ നിങ്ങൾ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. വചനമനുസരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വാക്കുകൊണ്ടല്ല
പെരുമാറ്റം കൊണ്ട് വിശ്വാസത്തിലേക്ക് ആനയിക്കുവാൻ ഭാര്യമാർക്ക് കഴിയും. ഭാര്യമാരിതൊന്ന് ശ്രദ്ധിച്ചോണം. കാരണം പല വീട്ടിൽ ഭർത്താക്കന്മാർ വചനമനുസരിക്കാത്തവർ കാണും. അപ്പോൾ ഭാര്യമാരങ്ങ് ആഗ്രഹിക്കും ഈ ഭർത്താവ് വചനമനുസരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയായി മാറണം, ഒരു മാറ്റം ഉണ്ടാകണം. അതുകൊണ്ട് അദ്ദേഹത്തെ അങ്ങ് ഉപദേശിക്കുകയും വഴക്ക് പറയുകയൊക്കെ അങ്ങ് ചെയ്യുക. അങ്ങനെ അല്ലെന്നാണ് പത്രോസ് പറയുന്നത്. അവരെ വാക്കുകൊണ്ട് ശരിയാക്കാൻ ഒക്കുമെന്നൊന്നും നിങ്ങൾ വിചാരിക്കണ്ട. എന്ത് ചെയ്യാം? പെരുമാറ്റം കൊണ്ട് വിശ്വാസത്തിലേക്ക് ആനയിക്കുവാൻ സാധിക്കും. ഭാര്യമാർ ഭർത്താക്കന്മാരോട് പെരുമാറുന്ന ആ പെരുമാറ്റ രീതി കൊണ്ട് വചനത്തിന് വിധേയരാകാതെ ജീവിക്കുന്ന ഭർത്താക്കന്മാരെ ശരിയാക്കിയെടുക്കാൻ സാധിക്കും. അവരെ വിശ്വാസത്തിലേക്ക് ആനയിക്കുവാൻ സാധിക്കും. പത്രോസ് പറഞ്ഞു തരുന്ന കാര്യമാണ്. അവരെ വാക്കുകൊണ്ട് അങ്ങ് ശരിയാക്കിയെടുക്കാം എന്നൊന്നും വിചാരിക്കണ്ട. പെരുമാറ്റം കൊണ്ട് ശരിയാക്കിയെടുക്കാം. വിവാഹം എന്നത് ആരുടെയും അധികാരം നടപ്പാക്കുന്നതല്ല. ഭർത്താവിൻ്റെ അധികാരം നടപ്പാക്കുകയാണോ, അല്ലെ ഭാര്യയുടെ അധികാരം നടപ്പാക്കുകയാണോ വിവാഹം? അതല്ല. അങ്ങനെ ആരുടെ അധികാരം നടപ്പാക്കുന്നതല്ല. സ്നേഹത്താൽ ഭരിക്കപ്പെടുന്ന വ്യവസ്ഥിതിയാണ് ക്രിസ്തീയ കുടുംബജീവിതം. അവിടെ നയിക്കപ്പെടുന്നത് സ്നേഹമാണ്. സ്നേഹം കൊണ്ടാണ് ജീവിതം നയിക്കപ്പെടുന്നത്. മാനദണ്ഡം ക്രിസ്തുവിൻ്റെ സ്നേഹമാണ്. അത് വെച്ചാണ് അളന്ന് നോക്കേണ്ടത്. നമ്മുടെ കുടുംബം ശരിയായി പോകുന്നു. ക്രിസ്തുവിൻ്റെ സ്നേഹമാകുന്ന സ്കെയിൽ കൊണ്ട് വേണം അളന്ന് നോക്കുവാൻ. മരണത്തോളം വിശ്വസ്തമായിരിക്കുന്ന ഭർത്താവിൻ്റെ സ്നേഹത്തിൽ സകലത്തിലും കീഴടങ്ങുന്നതിനേക്കാൾ സൗഭാഗ്യകരമായൊരു അവസ്ഥ ഒരു ഭാര്യയ്ക്ക് എന്താണ് ഉള്ളത്? സ്നേഹിക്കുന്നൊരു ഭർത്താവ്, ആ ഭർത്താവിന് കീഴടങ്ങി സ്നേഹത്തോടുകൂടി ജീവിക്കുന്നത്, അതാണ് സൗഭാഗ്യം. ദൈവഹിതപ്രകാരമുള്ള വിവാഹത്തിൽ നടക്കുന്നത് ഒരു പറ്റിച്ചേരലാണ്, ഒട്ടിക്കൽ. ഏറ്റവും ശക്തമേറിയ വശ കൊണ്ട് ചേർത്ത് ഒട്ടിച്ച പോലെ എന്നർത്ഥം വരുന്ന ഒരു വാക്കാണ് മൂലഭാഷയിൽ ഒട്ടിച്ചേരുക, ഭർത്താവിനോട് ചേരുക എന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക്. അത് ഇളകത്തില്ല, നല്ല ശക്തമായ പശയാണ്. അങ്ങനെ ഒട്ടിച്ചേർക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് വിവാഹത്തിന് ശേഷം അങ്ങ് പിരിയാം എന്നൊന്നും ആരും വിചാരിക്കരുത്. പിരിയാനൊക്കാത്ത പോലെ ശക്തമായ ശക്തിയുള്ള പശ കൊണ്ട് ഒട്ടിച്ചേർത്തിരിക്കുക. അവർ ഏക ശരീരമായി തീരുന്നു എന്നാണ് വചനം പഠിപ്പിക്കുന്നത്. സ്ത്രീകളുടെ ഈ വിധേയത്വത്തെക്കുറിച്ച് ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ എഴുതിയിട്ടുണ്ട്. ഉൽപ്പത്തി 3:16 ദൈവമായ കർത്താവ് സ്ത്രീയോട് പറഞ്ഞത്, നിന്റെ ഗർഭാരിഷ്ഠതകൾ ഞാൻ വർദ്ധിപ്പിക്കും, നീ വേദനയോടെ കുഞ്ഞുങ്ങളെ പ്രസവിക്കും, എങ്കിലും നിനക്ക് ഭർത്താവിൽ അഭിലാഷം ഉണ്ടായിരിക്കും, അവൻ നിന്നെ ഭരിക്കുകയും ചെയ്യും. സ്ത്രീക്ക് ഭർത്താവിൽ അഭിലാഷവും ഉണ്ടായിരിക്കും, അവൻ നിന്നെ ഭരിക്കും. നിൻ്റെ പ്രസവവേദന ഒക്കെ ഇച്ചിരി വർദ്ധിപ്പിക്കും. കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നതും വേദനയോടുകൂടിയാണ്. പക്ഷെ അങ്ങനെയെല്ലാം ആണെങ്കിലും നിനക്ക് ഈ ഭർത്താവിനോടൊരു അഭിലാഷം ഉണ്ടായിരിക്കും, അവനാണ് നിന്നെ ഭരിക്കുന്നത്. ഇതൊരു വ്യവസ്ഥിതിയാണ്. ദൈവം അങ്ങനെ അങ്ങ് ആക്കിയിരിക്കുക. നിൻ്റെ അഭിലാഷം ഭർത്താവിനോട് ആയിരിക്കും. അല്ലാതെ എനിക്ക് പ്രസവിക്കുന്നതിന് വേദനയുണ്ടെന്നും പറഞ്ഞ് ഭർത്താവിനോട് അഭിലാഷമില്ലാത്ത ഒരു ജീവിതം അല്ല എന്ന് ചുരുക്കം. കൊരിന്ത്യ ലേഖനത്തിൽ പൗലോസ് ഈ വിവാഹ ജീവിതത്തെക്കുറിച്ച് അല്ലെ ഭാര്യമാരെക്കുറിച്ച് മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. 1 കൊരിന്ത്യർ 11:3 പുരുഷൻ്റെ ശിരസ് ക്രിസ്തുവാണ്, സ്ത്രീയുടെ ശിരസ് ഭർത്താവും. ക്രിസ്തുവിൻ്റെ ശിരസ് ദൈവവുമാണെന്ന് നിങ്ങൾ അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ ശിരസ് ക്രിസ്തു, ഭർത്താവ് എന്ന് പറയുന്നത് ഭാര്യയുടെ ശിരസാണ്.
ഭർത്താവിൻ്റെ ശിരസ്സോ അത് ക്രിസ്തുവാണ്. 1 കൊരിന്ത്യർ 14:34 വിശുദ്ധരുടെ എല്ലാ സഭകളിലും പതിവുള്ളതുപോലെ സമ്മേളനങ്ങളിൽ സ്ത്രീകൾ മൗനമായിരിക്കണം, സംസാരിക്കാൻ അവർക്ക് അധികാരമില്ല, നിയമം അനുശാസിക്കുന്നത് പോലെ അവർ വിധേയത്വമുള്ളവരായിരിക്കട്ടെ. പലർക്കും ഒരു ചിന്തയുണ്ട്, സഭ കൂടുമ്പോൾ ഇപ്പോൾ നമുക്ക് പുരോഹിതന്മാർ, അച്ഛന്മാർ ഒക്കെയാണല്ലോ അതിൻ്റെ നേതൃത്വം വഹിക്കുന്നത്. അല്ല, സ്ത്രീകളായവരെ അങ്ങ് പുരോഹിതരാക്കിയാൽ എന്താ? സ്ത്രീ പുരുഷ വ്യത്യാസമൊന്നും കാണിക്കേണ്ട, തുല്യത കാണിക്കാമല്ലോ എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അതുകൊണ്ടാണ് പൗലോസ് ഈ വാക്യം എഴുതിയിരിക്കുന്നത്. വിശുദ്ധരുടെ എല്ലാ സഭകളിലും ഒരു പതിവുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, സ്ത്രീകൾ മൗനമായിട്ടൊക്കെ ഇരിക്കണം, അവരങ്ങ് പഠിപ്പിക്കുകയോ സംസാരിക്കുകയോ ഒന്നും വേണ്ട. അതുകൊണ്ട് ഈ സഭയുടെ ഒരു നടത്തിപ്പ് പുരുഷന്മാർക്ക് വേണ്ടി ആ ഒരു ക്രമമാണ് വിശുദ്ധരുടെ സഭകളിലുള്ളത്. അത് നമ്മൾ ശീലിക്കണം. അവർ പുരുഷന്മാർക്ക് വിധേയരായിരിക്കണം. അല്ലാത്ത രീതിയിൽ അങ്ങ് നടക്കുമോ എന്ന് ചോദിച്ചാൽ, ഇത് കർത്താവിൻ്റെ ഒരു ഹിതപ്രകാരം നടക്കുന്ന ഒരു കാര്യമാണല്ലോ. പൗലോസ് സംസാരിച്ചിരിക്കുന്ന ഈ വാക്കുകൾ ദൈവവചനമായതുകൊണ്ട് ദൈവപ്രേരിതമായിട്ട് ദൈവത്തിൻ്റെ ഒരു ഹിതമാണല്ലോ നമ്മളോട് എഴുതി തന്നിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ക്രമം പാലിക്കുന്നതാണ് എൻ്റെ നല്ലത്. അത് നടത്തിപ്പിൻ്റെ ചുമതല പുരുഷന്മാർക്കുണ്ടായിരിക്കണമെന്ന് തന്നെയാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഭാര്യ-ഭർത്തൃ ബന്ധത്തെക്കുറിച്ച് ഉൽപ്പത്തിയിൽ 1-ാമത്തെ സ്ത്രീയെ സൃഷ്ടിക്കുമ്പോൾ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ചില കാര്യങ്ങൾ. ഉൽപ്പത്തി 2-ാം അധ്യായം 18-ൻ്റെയും 24-ാം വാക്യങ്ങളിൽ പറയുന്നു, ദൈവമായ കർത്താവ് അരുളി ചെയ്തു, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, അവന് ചേർന്ന ഒരു ഇണയെ ഞാൻ നൽകും. ചേർന്ന ഒരു ഇണയെ ഞാൻ നൽകും. അപ്പോൾ പുരുഷൻ്റെ ഇണയായിട്ടാണ് ദൈവം സ്ത്രീയെ സൃഷ്ടിക്കുന്നത്. ഒന്നാമത് പറഞ്ഞിരിക്കുന്ന അവൻ ഏകനായിരിക്കുന്നത് നന്നല്ല. അതും ദൈവം കണ്ടിട്ടാണ് ഒരു സ്ത്രീയെ സൃഷ്ടിക്കുന്നതും അത് ഇണയായിട്ടാണ് സൃഷ്ടിക്കുന്നതെന്നും ആദ്യത്തെ വാചകത്തിൽ പറഞ്ഞിരിക്കുന്നു. വാക്യം 18. 24-ാം വാക്യത്തിൽ പറയുന്നു, അതിനാൽ പുരുഷൻ മാതാപിതാക്കളെ വിട്ട് ഭാര്യയോട് ചേരും, അവർ ഒറ്റ ശരീരമായിത്തീരും. ഇതും നമ്മുടെ വിവാഹത്തെ സംബന്ധിക്കുന്ന ഒരു വലിയ രഹസ്യമാണ്. സ്ത്രീ പുരുഷന്മാർ അവർ ഒരു ശരീരമായി മാറും. ആദത്തിൻ്റെ വാരിയലിൽ നിന്ന് എടുത്ത് ഹവ്വായെ സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ അവർ രണ്ടല്ല ഒന്നാണ്. എൻ്റെ ശരീരത്തിൽ നിന്നുള്ള ശരീരം, എൻ്റെ അസ്ഥിയിൽ നിന്നുള്ള അസ്ഥി, ഇവൾ നാരി എന്ന് വിളിക്കപ്പെടും. ഇത് ആദം പറഞ്ഞത്. മറ്റ് ജീവജാലങ്ങളെ കൊണ്ടുവന്നിട്ട് പേരിട്ടങ്ങ് വിട്ടതേ ഉള്ളൂ. അപ്പം ഈ ഒരു വ്യത്യാസമുണ്ട്. അവർ ഏക ശരീരമായി തീരും, രണ്ടല്ല ഒന്നാണ്. വിവാഹം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം മുതൽ ഞങ്ങൾക്ക് വേറെ പിരിയണമെന്ന് പറയുന്നത് കർത്താവിൻ്റെ ഹിതത്തിന് എതിരാണെന്ന് ഓർക്കണം. അവർ ഒരു ശരീരമാകും. ഒരു കാര്യം കൊണ്ട് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, പുരുഷൻ മാതാപിതാക്കളെ വിട്ട് അതാണ് കുടുംബജീവിതത്തിൽ. കർത്താവിനോട് ശിഷ്യന്മാരായിരിക്കാൻ വിളിക്കപ്പെട്ട ആൾക്കാരുണ്ടല്ലോ, 12 അപ്പോസ്തലന്മാരെയൊക്കെ വിളിച്ചപ്പോൾ അവരെല്ലാം വിട്ടിട്ടാണ് വരുന്നത്. മാതാപിതാക്കളെയും വയലും അവരുടെ ഇരിക്കുന്ന വലയും എല്ലാം അങ്ങ് വിട്ടിട്ടാണ്, വള്ളമെല്ലാം അങ്ങ് വിട്ടിട്ടാണ് വന്നത്. അതുപോലെ ഒരു കാര്യം എവിടെയും പറഞ്ഞിരിക്കുന്നത്, മാതാപിതാക്കന്മാരെ വിട്ട് ഭാര്യയോട് ചേരും, അവരൊരു ശരീരമാണ്. അത് പ്രത്യേകം ഓർത്തോണം. ഇനി മാതാപിതാക്കന്മാരെ വിടണമെന്ന് പറയുമ്പോൾ ഒരു കാര്യം കൂടെ ഉണ്ട്. ചില വിവാഹത്തിൻ്റെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ മാതാപിതാക്കന്മാർ ഭാര്യ-ഭർത്തൃ ബന്ധത്തിൽ അവരൊന്നായിട്ടിരിക്കണമെന്ന് ചിന്തിക്കാതെ മാതാപിതാക്കന്മാർ ചില അധികാരപ്രയോഗങ്ങളൊക്കെ നടത്തും. അപ്പോൾ കുടുംബകലഹങ്ങളും വഴക്കുകളും ഒക്കെ ഉണ്ടാകും. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? മാതാപിതാക്കന്മാരെ വിട്ട് പുരുഷൻ സ്ത്രീയോട് ചേരണം.
അതാണ് വിവാഹം. ഭർത്താവ്, ഭാര്യ, മക്കൾ, അതാണല്ലോ ഒരു കുടുംബം എന്ന് പറയുന്നത്. അതിനെ ഒരു ചിത്രമായിട്ട് സങ്കീർത്തനത്തിൽ വരച്ചു വെച്ചിട്ടുണ്ട്. 128 സങ്കീർത്തനം 3 വാക്യം. നിന്റെ ഭാര്യ ഭവനത്തിൽ ഫലസമൃദ്ധമായ മുന്തിരി പോലെ ആയിരിക്കും, നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയായിരിക്കും. ഒരു മേശ, അവൻ ഭക്ഷണത്തിനിരിക്കുന്നു എന്നർത്ഥം. മക്കൾ മേശയ്ക്ക് ചുറ്റുമുള്ള കസാരകളിൽ ഇരിക്കുക, ഒലിവ് തൈകൾ പോലെ. എന്തൊരു അനുഗ്രഹീതമായ കുടുംബമാണ്. ചിലയിടത്ത് ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ പോലെ സമയമില്ല. ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നു, അപ്പനവിടെ ഇരിക്കുന്നു, മക്കളിങ്ങനെ ചുറ്റിനും ഇരിക്കുന്നു ഒരേ മേശയിൽ. എന്തൊരു ഭാഗ്യം. ഭാര്യയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഫലസമൃദ്ധമായ മുന്തിരി പോലെ ആയിരിക്കും വീട്ടിൽ. ഫലസമൃദ്ധമായ മുന്തിരി പോലെ. മുന്തിരിയെക്കുറിച്ചൊക്കെ യേശു ഒത്തിരി ഉദാഹരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരു കൃഷിക്കാരൻ മുന്തിരി നട്ടു, എല്ലാ കൃഷികളെല്ലാം ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു. ഫലം തരേണ്ട സമയമായപ്പോൾ ഫലത്തിന് വേണ്ടി വന്ന് നോക്കി, ഫലമില്ല. അല്ല, ഒരിടത്ത് കാട്ടുമുന്തിരിയാണ് ഉണ്ടായത്. ഇതിൽ കൂടുതൽ എന്താ ചെയ്യാനാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കൃഷിക്കാരെല്ലാം ചെയ്തിട്ടും ഫലം തരുന്നില്ല. പക്ഷെ ഇവിടെ സ്ത്രീയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഫലസമൃദ്ധമായ മുന്തിരി പോലെയായിരിക്കും. ഭവനത്തിൽ ഫലസമൃദ്ധമായ മുന്തിരി പോലെ. കുട്ടികൾക്കൊക്കെ എത്ര താല്പര്യമായി മുന്തിരിങ്ങ അന്ന് തിന്നാൻ. ഫലസമൃദ്ധമായ മുന്തിരി പോലെ അമ്മ അവിടെ ഉണ്ടെങ്കിൽ പിന്നെ പിള്ളേർക്ക് എന്താ പ്രയാസം? സുഭാഷിതങ്ങൾ പറയുന്നു 12:4, ഉത്തമയായ ഭാര്യ ഭർത്താവിൻ്റെ കിരീടം, അപമാനം വരുത്തി വയ്ക്കുന്നവൾ അവൻ്റെ അസ്ഥികളിലെ അർബുദവും. ഈ ഭാര്യ എന്ന് പറയുന്നത് ഭർത്താവിന് കിരീടമാണ്. ഉത്തമയായ ഭാര്യ ഭർത്താവിന് കിരീടം. ചിലർ ആവശ്യമില്ല ചില അപമാനങ്ങളൊക്കെ വരുത്തി വെക്കുന്നവരുണ്ട്. ശരീരത്തിൽ അർബുദം ഉണ്ടാകുന്നത് പോലെ, ക്യാൻസർ രോഗം പോലെ. അങ്ങനൊന്നും ആയി പോകരുത്. സുഭാഷിതങ്ങൾ 19:14, വീടും സമ്പത്തും പിതാക്കന്മാരിൽ നിന്ന് അവകാശമായിട്ട് കിട്ടുന്നു, വിവേകവതിയായ ഭാര്യ കർത്താവിൻ്റെ ദാനമാണ്. അത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇതും ഒരു ദാനമാണ്. മക്കൾ തന്നെ ദൈവത്തിന് ദാനമാണ്, ഭാര്യ ദൈവത്തിന് ദാനമാണ്. വിവേകവതിയായൊരു ഭാര്യ ലഭിച്ചെങ്കിൽ അതിൻ്റെ അർത്ഥം ദൈവം നിനക്ക് ദാനമായി തന്നിരിക്കുന്നു എന്ന് മനസ്സിലാക്കണം. ഒരു അമ്മ എന്ന നിലയിൽ മക്കളോട് സ്നേഹം കാണിക്കുന്നു. അമ്മ, ഒരു ഭാര്യ വീട്ടിലെ സംബന്ധിച്ചിടത്തോളം അമ്മയുടെ സ്ഥാനമുണ്ട്. കുട്ടികൾക്ക് എന്തൊരു ഭാഗ്യമാണ്. പുറപ്പാട് 2:2 പറഞ്ഞിരിക്കുന്നു, മോശ അന്ന് പ്രസവിക്കപ്പെട്ടപ്പോൾ ഇസ്രായേൽ ആൺമക്കളെയെല്ലാം നദിയിലെറിഞ്ഞ് കൊല്ലണമെന്ന് ഫറവോട് കൽപ്പനയുള്ളൊരു സമയത്താണ് അമ്മയ്ക്ക് ആ മകനെ കണ്ടപ്പോൾ എത്ര സ്നേഹമാണ്. ഈ ഒരു ആൺകുട്ടി കോമളനായിരുന്നു എന്നാണ് പറയുന്നത്. അയ്യോ, ഇവനെ നദിയിലെറിഞ്ഞ് കളയാനോ? അമ്മയുടെ സ്നേഹം, ഒരമ്മയുടെ സ്നേഹം അതിനനുവദിച്ചില്ല. അതുകൊണ്ടാണ് മോശ എന്ന് പറയുന്ന വലിയ നേതാവ്, ദൈവത്തെ മുന്നിൽ കാണുവാൻ അനുഗ്രഹം ലഭിച്ച ആ വ്യക്തി ജീവിച്ചിരിക്കുവാൻ, ഉന്നതമായ നിലയിലേക്ക് വളർന്നു വരുവാൻ, ദൈവത്തിൻ്റെ ഇടത്തും വലത്തും ഇരിക്കുന്ന 2 പേര് മോശയും ഏലിയയും ആണല്ലോ, അവരിൽ ഒരാളായിരിക്കുവാൻ അനുഗ്രഹം ലഭിച്ച, ഭാഗ്യം ലഭിച്ചവനാണ് ഈ മോശ. അപ്പോൾ അമ്മയുടെ സ്നേഹം അവനെ കിട്ടി. അവളവനെ 3 മാസമാണ് രഹസ്യമായിട്ട് വെച്ച് വളർത്തിയത് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇനി സ്ത്രീകൾക്ക് ഏതെല്ലാം തലത്തിൽ പ്രവർത്തിക്കുവാൻ സാധിക്കും, ബൈബിൾ എന്ത് പറയുന്നു എന്ന് നമുക്ക് നോക്കാം.
ബൈബിളിൽ സ്ത്രീകൾ പല രംഗങ്ങളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ഒന്ന്, സമാഗമ കൂടാരം അത് ഭംഗിയാക്കി വെക്കുന്നതിൽ സ്ത്രീകൾക്ക് നല്ലൊരു പങ്കുണ്ട്. പുറപ്പാട് 35:25 പറയുന്നു, കര വിരുതുള്ള സ്ത്രീകൾ നീലം, ധൂമറം, കടുംചുവപ്പ് എന്നീ നിറങ്ങളാൽ സ്വന്തം കൈകൊണ്ട് പിരിച്ചെടുത്ത നൂലുകളും നേർമയിൽ നെയ്ത ചണത്തുണിയും കൊണ്ടുവന്നു. സ്വന്തം കൈ കൊണ്ടൊക്കെ ചെയ്യുന്നതാണ്. 2, ന്യായാധിപതിയായിട്ട് പ്രവർത്തിച്ച ഒരു ന്യായാധിപതിയാണ് ദെബോറ എന്ന് പറയും. ന്യായാധിപന്മാരുടെ പുസ്തകം 4-ാം അധ്യായം 4-ാം വാക്യം. അന്ന് ലെപ്പിദോത്തിൻ്റെ ഭാര്യയായ ദെബോറ പ്രവാചികയാണ്. ദെബോറ ഒരു പ്രവാചികയോടാണ് ഇസ്രയേലിൽ ന്യായപാലനം നടത്തിയത്. ന്യായപാലനം നടത്തുന്ന സ്ത്രീകൾക്ക് സാധിക്കുന്ന ഒരു ജോലിയാണോ? അതാ ബൈബിളിൽ കാണുന്നു, ദെബോറയാണ് ന്യായപാലനം നടത്തിയത്. ആണുങ്ങളാരും ഇല്ലായിരുന്നോ? ദെബോറയ്ക്ക് ദൈവം ആ കൃപ കൊടുത്തു. പിന്നെ മാതാവിൻ്റെ ചുമതല ചെയ്യുക എന്നുള്ളത് സാധാരണ രീതിയിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളതേ ഉള്ളൂ. അമ്മയായിട്ട് പ്രവർത്തിക്കുക. 1 ശമൂവേൽ 2:19 നമ്മൾ കാണുന്നു, ഈ ഹന്ന ശമൂവേൽ പ്രവാചകൻ്റെ അമ്മയാണ്. ബലിയർപ്പിക്കാനായിട്ട് ഭർത്താവിനോടൊപ്പം വർഷം തോറും ജെറുസലേം ദേവാലയത്തിൽ ചെല്ലും. ബാലനായ ശമൂവേലിൻ്റെ അമ്മ എന്ത് ചെയ്യുമെന്നറിയാവോ? ചെറിയ ഉടുപ്പ് ഉണ്ടാക്കിക്കൊണ്ട് പോകും ശമൂവേൽ ബാലന് കൊടുക്കാനാണ്. അമ്മയുടെ ജോലി ചെയ്തിരിക്കും. വർഷം തോറും ഉടുപ്പുണ്ടാക്കി കൊടുക്കും. 4, ദാനധർമ്മങ്ങളിൽ സമ്പന്നരായിരിക്കും. അപ്പോസ്തലപ്രവൃത്തികൾ 9:36 പറയുന്നു, യോപ്പായിൽ തബീത്ത എന്ന പേരായ ഒരു ശിഷ്യയുണ്ടായിരുന്നു. ഈ പേരിന് മാൻപേട എന്നാണ് അർത്ഥം. അവളെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്, സൽകൃത്യങ്ങളിലും ദാനധർമ്മങ്ങളിലും അവൾ സമ്പന്നയായിരുന്നു. മാത്രമോ സഭയുടെ സേവന കാര്യങ്ങളിലും സ്ത്രീകൾക്ക് പങ്കുണ്ട്. റോമർ 16:1 പൗലോസ് എഴുതിയിരിക്കുകയാണ്, കെങ്ക്രയിലെ സഭയിൽ ശുശ്രൂഷകയായ നമ്മുടെ സഹോദരി ഫോയ്ബയെ നിങ്ങൾക്ക് ഞാൻ ഭരമേൽപ്പിക്കുന്നു. റോമർ 16:6 പറയുന്നു, നിങ്ങളുടെ ഇടയിൽ കഠിനാധ്വാനം ചെയ്ത മറിയത്തിനും വന്ദനം പറയുവീൻ. ഫിലിപ്പിയർ 4:3 നാം വായിക്കുന്നു, എൻ്റെ ആത്മസുഹൃത്തേ, ക്ലമന്റിനോടും എൻ്റെ മറ്റ് സഹപ്രവർത്തകരോടും കൂടെ സുവിശേഷത്തിന് വേണ്ടി എന്നോടൊപ്പം പ്രവർത്തിച്ച ആ സ്ത്രീകളെ സഹായിക്കണമെന്ന് ഞാൻ നിന്നോട് അഭ്യർത്ഥിക്കുന്നു. ക്രിസ്തുവിനെ സുഗന്ധതൈലം കൊണ്ട് പൂശുന്നതിന് മുന്നോട്ട് വന്ന ചില സ്ത്രീകളുണ്ട്. മർക്കോസ് 14:3. യേശു ഒരിക്കൽ ബെഥാനിയായിൽ ശിമയോൻ എന്ന് പറയുന്ന ആളിൻ്റെ വീട്ടിൽ ഭക്ഷണത്തിന് ഇരിക്കുകയാണ്. ശിമയോൻ കുഷ്ഠരോഗിയായ ഒരാളാണ്. അപ്പോൾ ഒരു സ്ത്രീ അവിടെ കടന്നു വന്നു. ഒരു വെൺകൽ ഭരണി നിറയെ വിലയേറിയ ശുദ്ധ നാർദീൻ സുഗന്ധ തൈലവുമായി ഒരു സ്ത്രീ അവിടെ വന്നു. അവൾ ഭരണി തുറന്ന് അത് അവൻ്റെ ശിരസിൽ ഒഴിച്ചു. ഏതാണ്ട് 300 ദനാറ വില വരുമെന്ന മറ്റു ചിലയിടത്ത് നമ്മൾ വായിക്കുന്നത്. വെൺകൽ ഭരണിയിൽ ഇങ്ങനെ കൊണ്ടുവരുന്ന ഇത് വാങ്ങിക്കാൻ കിട്ടും. ഇന്ത്യയിൽ നിന്നൊക്കെ വരുന്നതാണെന്നൊക്കെയാണ് കേട്ടിട്ടുള്ളത്. വളരെ വില കൂടിയതാണ്. സ്ത്രീകളൊക്കെ അവർ സ്വന്തമാക്കി വെച്ചിരിക്കുന്നതാണ്. ഒരെണ്ണം തുറന്ന് യേശുവിൻ്റെ തലയിൽ ഒഴിച്ചു, അഭിഷേകം ചെയ്തു. രക്ഷകൻ്റെ കാൽ കഴുകുന്ന ശുശ്രൂഷ സ്ത്രീകൾ ചെയ്യുന്നുണ്ട്. ലൂക്കാസ് 7:37-38 വാക്യങ്ങളിൽ യേശു ഒരിടത്തിരിക്കുകയാണ്. അതും ഭക്ഷണത്തിരിക്കുന്ന ഒരു സന്ദർഭമാണ്.
ഒരു ഫരീശൻ്റെ വീട്ടിലാണ്. പട്ടണത്തിലെ പാപിനിയായ ഒരുവള് ഫരീശൻ്റെ വീട്ടിൽ അവൻ ഭക്ഷണത്തിന് ഇരിക്കുന്നു എന്നറിഞ്ഞ് ഒരു വെൺകൽ ഭരണി നിറയെ സുഗന്ധതൈലവുമായി അവിടെ വന്നു. അവൾ അവൻ്റെ പിന്നിൽ പാദത്തിനരികെ കരഞ്ഞുകൊണ്ട് നിന്നു. കണ്ണീര് കൊണ്ട് അവൾ അവൻ്റെ പാദങ്ങൾ കഴുകുകയും തലമുടി കൊണ്ട് തുടയ്ക്കുകയും ചുംബിക്കുകയും സുഗന്ധതൈലം പൂശുകയും ചെയ്തു. ഈ രണ്ട് ഒരുപോലുള്ള നാർദീൻ തൈലമാണെന്ന് വിചാരിച്ച് രണ്ടും ഒരു സംഭവമാണെന്ന് വിചാരിക്കണ്ട. രണ്ടും രണ്ടാണ്. ഒന്ന് ബഥാനിയയിൽ വെച്ച് നടക്കുന്നതും യേശു കുഷ്ഠരോഗിയായ ശിമിയോൻ്റെ വീട്ടിൽ ഭക്ഷണത്തിരിക്കുമ്പോഴുമാണ്. മറ്റേത് ഒരു ഫരീശൻ്റെ വീട്ടിലാണ്. അവിടെ ചെന്നത് പാപിനിയായ ഒരു സ്ത്രീയാണെന്ന് എടുത്തെഴുതിയിരുന്നു. അവൾ കരഞ്ഞുകൊണ്ട് പാദത്തിൻ്റെ അവിടുത്തെ ഇരുന്നത്. കരഞ്ഞ് എന്തിനാ കരയുന്നത്? പാപികൾ മാനസാന്തരപ്പെടുക. അതിനുവേണ്ടിയാണല്ലോ ദൈവം മനുഷ്യനായിട്ട് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ അവൾ കരഞ്ഞ് ആ കണ്ണുനീര് കൊണ്ട് പാദങ്ങൾ കഴുകി, തുടച്ചു, ചുംബിച്ചു, സുഗന്ധതൈലം പൂശി. രണ്ട് സന്ദർഭങ്ങളാണ്. രണ്ട് വീട്ടിൽ വെച്ച് നടക്കുന്നതാണ്. സ്ത്രീകളും വേറെ വേറെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതുപോലെ വേറെ സംഭവമുണ്ട്, ഇവിടെ ഇപ്പം ഞാൻ വിരിക്കുന്നില്ല. ഇനി വിധവകൾ ആയിട്ടുള്ള ഒത്തിരി ആൾക്കാർ ആ കാലഘട്ടങ്ങളിൽ സഭയുടെ ആരംഭകാലത്തുള്ളത്. ആരെയാണ് വിധവയുടെ ഗണത്തിൽ ഉൾപ്പെടുത്തേണ്ടത്? കാര്യം അവരെ പ്രത്യേക സഭ സംരക്ഷിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ആരെയാണ് വിധവയുടെ ഗണത്തിൽ ഉൾപ്പെടുത്തേണ്ടത്? 1 തിമോഥെയോസ് 5:10 പൗലോസ് പറയുകയാണ്, അവൾ സൽപ്രവൃത്തികൾ വഴി ജനസമ്മതി നേടിയിട്ടുള്ളവളായിരിക്കണം. അതായത് സ്വസന്താനങ്ങളെ നന്നായി വളർത്തുകയും അതിഥി സൽക്കാരത്തിൽ താല്പര്യം കാണിക്കുകയും വിശുദ്ധരുടെ പാദങ്ങൾ കഴുകുകയും വേദനിക്കുന്നവരെ ആശ്വസിപ്പിക്കുകയും എല്ലാവിധ സൽപ്രവർത്തികൾക്കും വേണ്ടി തന്നെ അർപ്പിക്കുകയും ചെയ്തിട്ടുള്ളവൾ ആയിരിക്കണം. ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നവരെയാണ് നല്ല വിധവയുടെ ഗണത്തിൽ ഉൾപ്പെടുത്തേണ്ടത്. സൽപ്രവർത്തികൾ ചെയ്യണം. അപ്പം അങ്ങനെ നമ്മൾ സൽപ്രവർത്തികൾ ചെയ്യുന്നതാണെന്ന് ഒരു ജനസമ്മതി കിട്ടിയിരിക്കും. സ്വസന്താനങ്ങളെ നന്നായിട്ട് വളർത്തുന്നവളായിരിക്കണം. അതിഥി സൽക്കാരങ്ങളിൽ അതിൽ താല്പര്യമുള്ളവളായിരിക്കണം. വേദനിക്കുന്നവരെ ആശ്വസിപ്പിക്കുന്നവളായിരിക്കണം. വിശുദ്ധരുടെ പാദങ്ങൾ കഴുകുന്ന സ്വഭാവമുള്ളവളായിരിക്കണം. അങ്ങനെയുള്ളവരെ വേണം വിധവകളുടെ ഗണത്തിൽ ഉൾപ്പെടുത്തുവാൻ എന്ന്. ഇതുകൂടാതെ ഒരു ഗ്രഹനായിക എന്ന നിലയിലും സ്ത്രീകൾക്ക് പ്രവർത്തിക്കാം. ലൂക്കോസ് 10:40 മർത്തയാകട്ടെ പലവിധ ശുശ്രൂഷകളിൽ വ്യഗ്രചെത്തിയായിരുന്നു. അവൾ യേശുവിൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, കർത്താവേ, ശുശ്രൂഷയ്ക്കായി എൻ്റെ സഹോദരി എന്നെ തനിയെ വിട്ടിരിക്കുന്നത് നീ ശ്രദ്ധിക്കുന്നില്ലേ? മാർത്ത മറിയയുടെ വീട്ടിൽ വെച്ച് യേശു എന്നപ്പോൾ മറിയം യേശുവിൻ്റെ പാദത്തെങ്കിൽ ഇരുന്ന് വചനം കേട്ടു. അതാണ് പ്രധാന സംഗതി എന്ന് യേശു പിന്നെ മറുപടി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ മാർത്ത എന്ത് ചെയ്തു? ഗ്രഹനായിക എന്ന രീതിയിൽ അടുക്കളയിലെ ജോലിയിൽ ശ്രദ്ധിച്ചു. യേശുവിന് ഭക്ഷണം കൊടുക്കണമല്ലോ. അപ്പോൾ ആ ജോലി കൃത്യമായിട്ട് ചെയ്യുവാൻ ഒരു ഗ്രഹനായികയ്ക്ക്, അല്ലെ ആ വീടിൻ്റെ അമ്മയ്ക്ക്, അല്ലെങ്കിൽ ആ വീടിൻ്റെ ഭാര്യാസ്ഥാനം വഹിക്കുന്ന ആ വ്യക്തിക്ക് ഉണ്ട് എന്ന് ചുരുക്കം. ഞാൻ അടുത്ത വാക്യത്തിലോട്ട് കടക്കുകയാണ്. 23-ാം വാക്യം, 5-ാം അധ്യായം 23. എന്തെന്നാൽ ക്രിസ്തു തൻ്റെ ശരീരമായ സഭയുടെ ശിരസ്സായിരിക്കുന്നത് പോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസ്സാണ്. ക്രിസ്തു തന്നെയാണ് ശരീരത്തിൻ്റെ രക്ഷകൻ. കൊളോസോസ് 1:18 ഈ ആശയമുള്ള വാക്യങ്ങൾ പൗലോസ് വീണ്ടും എഴുതിയിട്ടുണ്ട്. അവൻ സഭയാകുന്ന ശരീരത്തിൻ്റെ ശിരസ്സാണ്. യേശുക്രിസ്തുവിനെ കുറിച്ച് അവൻ എല്ലാറ്റിൻ്റെയും ആരംഭവും മരിച്ചവരിൽ നിന്നുള്ള ആദ്യജാതനമാണ്. ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും
അവൻ പ്രഥമസ്ഥാനീയനായി. യേശു ക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്ന ആദ്യ ജാതൻ അത് യേശുവാണ്. കൊളോസോസ് 2:19 പൗലോസ് എഴുതിയിരിക്കുന്നു, അവർ ശിരസിനോട് ഗാഢബന്ധം പുലർത്തുന്നില്ല, ശരീരം മുഴുവൻ സന്ധിബന്ധങ്ങളാലും സ്ഥിരകളാലും പരിപുഷ്ടമാക്കപ്പെട്ടും കൂട്ടി ഇണക്കപ്പെട്ടും ദൈവഹിതാനുസരണം പൂർണ്ണ വളർച്ച പ്രാപിക്കുന്നത് ഈ ശിരസിൽ നിന്നാണല്ലോ. കർത്താവാണ്, യേശുവാണ് ശിരസ്. ആ ശിരസുമായിട്ട് ബന്ധപ്പെട്ടിരിക്കണം. ഈ സിരകൾ എല്ലാം പരിപുഷ്ടമാക്കപ്പെടുന്നത് ഈ തലയുമായിട്ട്, ക്രിസ്തു ആകുന്ന തലയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുമ്പോഴാണ്. ചിലർ ക്രിസ്തുവിനോട് ബന്ധപ്പെടാനായിട്ട് താല്പര്യം കാണിക്കാതെ മറ്റാൾക്കാരോട് ബന്ധപ്പെട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അല്ല, സഭയുടെ തല ക്രിസ്തുവാണ്. ക്രിസ്തുവുമായിട്ടാണ് ബന്ധപ്പെട്ട് ഇരിക്കേണ്ടത്. നമ്മുടെ സിരകളൊക്കെ പരിപുഷ്ടമാകേണ്ടതും എന്ന് നമ്മൾ ഓർക്കണം. ഹെബ്രായർ 1:14 പറയുന്നു, അവൻ അവകാശമാക്കിയ നാമം ദൈവദൂതന്മാരുടേതിനേക്കാൾ ശ്രേഷ്ഠമായിരിക്കുന്നത് പോലെ അവനും അവരെക്കാൾ ശ്രേഷ്ഠനാണ്. യേശു ക്രിസ്തു ദൂതന്മാരെക്കാട്ടിലെല്ലാം ശ്രേഷ്ഠനാണ്. ഇനി ഒരു കാര്യം വചനത്തിൽ പൗലോസ് പറയുന്നത്, ക്രിസ്തു ശരീരത്തിൻ്റെ രക്ഷകനാണെന്നാണ്. നമ്മുടെ രക്ഷയ്ക്കായി ക്രിസ്തു ഭൂമിയിലേക്ക് വന്നു. ലൂക്കാസ് 2:11 ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. മാലാഖ വന്ന് അറിയിക്കുന്നൊരു വിവരമാണ്. ആരാ വന്ന് ജനിച്ചത്? കർത്താവായ ക്രിസ്തു ഒരു രക്ഷകനായിട്ട് വന്ന് ജനിച്ചിരിക്കുകയാണ്. എന്തിനാണ് ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത്? നഷ്ടപ്പെട്ടു പോയതിനെ രക്ഷിക്കാനാണ് മനുഷ്യപുത്രൻ വന്നത്. യേശു തന്നെ പറഞ്ഞിരിക്കുന്ന വാചകമാണ്. ഒരിക്കൽ യേശു ജെറിക്കോയിൽ കൂടി കടന്ന് പോകുമ്പോൾ സക്കവൂസ് എന്നു പേരുള്ള ഒരു ചുങ്കക്കാരൻ അദ്ദേഹത്തിന് യേശുവിനെ കാണണം. അത് ആഗ്രഹിച്ചുകൊണ്ട് ഓടി ഒരു സിക്കമൂർ വൃക്ഷത്തിൻ്റെ മണ്ടയിൽ കയറിയിരുന്നു. എന്തിനാണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് പൊക്കം കുറവായിരുന്നു. ജനക്കൂട്ടത്തിനിടയിൽ നിന്ന് യേശുവിനെ കാണുവാൻ പ്രയാസമുണ്ട്. അതുകൊണ്ടാണ് ഓടി സിക്കമൂർ മരത്തിൽ കയറിയിരുന്നത്. ചുങ്കക്കാരിൽ പ്രധാനിയായ ഒരാളാണ്. ഈ മരത്തിൽ കയറി ഒന്നിരുന്നാലും കുഴപ്പമില്ല, യേശുവിനെ കാണണം, അതാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. ഒരു കാര്യം ശ്രദ്ധിക്കണം, എന്തുകൊണ്ടാണ് ഓടിയത്? ജനക്കൂട്ടത്തിൻ്റെ ഇടയിൽ നിന്ന് യേശുവിനെ കാണുവാൻ പ്രയാസമുണ്ട്. അതിൻ്റെ പ്രയാസത്തിൻ്റെ കാരണം അദ്ദേഹം പൊക്കം കുറവായതുകൊണ്ടാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യങ്ങളുണ്ട്. ജനക്കൂട്ടത്തിൻ്റെ ഇടയിൽ നിന്ന് യേശുവിനെ കാണുന്നതിനാണ് ഈ പ്രയാസം ഉണ്ടായത്. പലപ്പോഴും യേശുവിനെ വ്യക്തിപരമായിട്ട് അടുത്ത് ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ സാധിക്കാതെ പോകുന്നതിന് കാരണം നമ്മുടെ ചുറ്റും നിൽക്കുന്ന ജനങ്ങൾ തന്നെയാണ് പലപ്പോഴും കാരണമായി തീരുന്നത്. അവർ നമ്മളെ കർത്താവിൻ്റെ അടുത്തേക്ക് ചെല്ലാനും കർത്താവിനെക്കുറിച്ച് പഠിക്കാനും മനസ്സിലാക്കാനുമുള്ള സന്ദർഭങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവരാണ്. അങ്ങനെയുള്ള ആൾക്കാർ ഉണ്ട്. അതുകൊണ്ട് ജനക്കൂട്ടത്തിൽ നിന്നാണെങ്കിലും ഓടി മാറി പോകേണ്ടടുത്ത് ഓടി മാറി പോകണം. ഏതായാലും അദ്ദേഹം അവിടെ കയറിയിരുന്നപ്പോൾ യേശു അതിലെ വന്നു. യേശു സക്കേവൂസിനെ കണ്ട് ഇറങ്ങി വരാൻ പറഞ്ഞു. അന്ന് അവിടെ അവൻ്റെ വീട്ടിലാണ് താമസിച്ചത്. ആൾക്കാർക്ക് പിറുപിറുപ്പുണ്ടായി. എന്തിനാണ് യേശു അവിടെ കയറി താമസിച്ചത്? പാപിയാണല്ലോ. ചുങ്കക്കാരും പാപികളും ഒരു ഗണത്തിലാണെന്നാണ് യഹൂദന്മാർ കരുതിയിരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു വീട്ടിൽ കയറിയിരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കുന്നത് എന്തിനാണെന്നൊക്കെയാണ് ആൾക്കാർ പിറുപിറുക്കാൻ കാരണം. ലൂക്കോസ് 19:9-10 ഇങ്ങനെ നമ്മൾ വായിക്കുന്നു. യേശു അവനോട്, സക്കവൂസിനോട് പറഞ്ഞു, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു, ഇവനും അബ്രാഹത്തിൻ്റെ പുത്രനാണ്. യേശു അവിടെ വന്നു. എന്തൊരു മാറ്റമാണ് അവനുണ്ടായത്! മനസ്സാന്തരം. യേശു പറഞ്ഞു, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു. കർത്താവ് ഒന്ന് കയറി വന്നപ്പോഴത്തേന് രക്ഷ ലഭിക്കുകയാണ്. ഭവനത്തിന് അവന് ലഭിച്ചു, ആ ഭവനത്തിനും ലഭിച്ചു. ഇവനും അബ്രാഹത്തിൻ്റെ പുത്രനാണ്. അബ്രാഹത്തിൻ്റെ പുത്രന്മാർക്കാണല്ലോ സൗഭാഗ്യം, നിത്യരക്ഷയും നിത്യജീവനും ഒക്കെ വാഗ്ദാനം ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ ഇവനും അബ്രാഹത്തിൻ്റെ പുത്രനാണ്. നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തി രക്ഷിക്കാനാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത്.
നഷ്ടപ്പെട്ടു പോയ ഒത്തിരിയുണ്ട്. അവരെ കണ്ടെത്തി രക്ഷിക്കുക, അതിനാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത്. യേശു നഷ്ടപ്പെട്ടു പോയ ആടിൻ്റെ കഥകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി യോഹന്നാൻ 3:17 പറയുന്നു, ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല, പ്രത്യുത അവൻ വഴി ലോകം രക്ഷ പ്രാപിക്കാനാണ്. ശിക്ഷയ്ക്ക് വിധിക്കുന്നത് ഇനി രണ്ടാമത്തെ വരവിലെ കാര്യമാണ്. പത്രോസ് ഇങ്ങനെ നമ്മളോട് പറയുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 5:31 പത്രോസിൻ്റെ ഒരു പ്രസംഗമാണ്. ഇസ്രായേലിന് അനുതാപവും പാപമോചനവും നൽകാൻ ദൈവം അവനെ നാഥനും രക്ഷകനുമായി തൻ്റെ വലതുഭാഗത്തേക്ക് ഉയർത്തി. പൗലോസ് പറയുന്നു 1 തിമോത്തിയോസ് 1:15 യേശു ക്രിസ്തു ലോകത്തിലേക്ക് വന്നത് പാപികളെ രക്ഷിക്കാനാണ് എന്ന പ്രസ്താവം വിശ്വസനീയവും തികച്ചും സ്വീകാര്യവും ആണ്. ഹെബ്രായർ 7:25 പറയുന്നു, തന്നിലൂടെ ദൈവത്തെ സമീപിക്കുന്നവരെ പൂർണ്ണമായി രക്ഷിക്കുവാൻ അവന് കഴിവുണ്ട്, എന്നേക്കും ജീവിക്കുന്നവനായ അവൻ അവർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു. രക്ഷ ക്രിസ്തുവിലൂടെ മാത്രമാണ്, അത് ഓർത്തോണം. അത് മറ്റൊന്നുമില്ല, ക്രിസ്തുവിൽ കൂടെ മാത്രം രക്ഷ. ദാവീദിൻ്റെ ഭവനത്തിൽ നമുക്കൊരു രക്ഷകൻ വന്നിട്ടുണ്ട്. ലൂക്ക 1:69 തൻ്റെ ദാസനായ ദാവീദിൻ്റെ ഭവനത്തിൽ നമുക്ക് ശക്തനായ ഒരു രക്ഷകനെ ഉയർത്തി. അവനാണ് ഏകവാതിൽ. യോഹന്നാൻ 10:9 ഞാനാണ് വാതിൽ, എന്നിലൂടെ പ്രവേശിക്കുന്നവൻ രക്ഷ പ്രാപിക്കും, അവനകത്ത് വരികയും പുറത്തു പോവുകയും മേച്ചൽ സ്ഥലം കണ്ടെത്തുകയും ചെയ്യും. യേശുവാണ് ഏക രക്ഷകൻ. അപ്പോസ്തല പ്രവൃത്തികൾ 4:12 ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. ഈ ഒരു നാമമേ ഉള്ളൂ. വേറെ നാമം വിളിച്ച് പറഞ്ഞുകൊണ്ടിരുന്നാലൊന്നും രക്ഷപ്പെടത്തില്ല. അവൻ്റെ കൃപ മതിയായതാണെന്ന് നമ്മൾ അറിയണം. അപ്പോസ്തല പ്രവൃത്തികൾ 15:11 അവരെ പോലെ തന്നെ നാമും രക്ഷ പ്രാപിക്കുന്നത് കർത്താവായ യേശുവിൻ്റെ കൃപയാലാണെന്ന് നാം വിശ്വസിക്കുന്നു. രക്ഷ കൃപയാലാണെന്ന് നാം വിശ്വസിക്കുന്നു എന്ന് ചുരുക്കം. യേശുവിൻ്റെ രക്തത്താലാണ് നീതീകരണം. റോമർ 5:9 പറയുന്നു, ആകയാൽ ഇപ്പോൾ അവൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട നാം അവൻ മൂലം ക്രോധത്തിൽ നിന്ന് രക്ഷിക്കപ്പെടുമെന്നതും തീർച്ചയാണല്ലോ. ഇനി രക്ഷ എങ്ങനെ നമ്മൾ പ്രാപിക്കേണ്ടത്? അതിൻ്റെ വ്യവസ്ഥകൾ എന്താണ്? ഒന്ന്, വിശ്വാസവും ഏറ്റുപറച്ചിലുമാണ് പ്രധാനമായിട്ടും വേണ്ടത്. റോമർ 10:9 പറയുന്നു, ആകയാൽ യേശു കർത്താവാണ് എന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. വിശ്വസിക്കുക. എന്ത്? യേശുവിൻ്റെ കർത്താവാണ്. അതൊന്നും വാഗൊണ്ടൊന്ന് പറയാ. മരിച്ചവരിൽ നിന്ന് അവൻ ഉയർത്തെഴുന്നേറ്റു, അവനാണ് ആദ്യജാതൻ ഉയർപ്പിൻ്റെ. അങ്ങനെ വിശ്വസിക്കുക, നീ രക്ഷ പ്രാപിക്കും. ഇനി അറിഞ്ഞിരിക്കേണ്ടത്, നമ്മൾ സഹിച്ച് നിൽക്കേണ്ട ചില കാര്യങ്ങൾ വരും. മത്തായി 10:22 എൻ്റെ നാമം മൂലം നിങ്ങൾ സർവ്വരാലും ദേഷിക്കപ്പെടും, അവസാനം വരെ സഹിച്ച് നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. 3, വചനം വിനയപൂർവ്വം സ്വീകരിക്കുക. യാക്കോബ് 1:21 പറയുന്നു, ആകയാൽ എല്ലാ ശുദ്ധിയും വർദ്ധിച്ചു വരുന്ന തിന്മയും ഉപേക്ഷിച്ച് നിങ്ങളിൽ ഭാഗിയിരിക്കുന്നതും നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കുവാൻ കഴിവുള്ളതുമായ വചനത്തെ വിനയപൂർവ്വം സ്വീകരിക്കുവീൻ. ഇനി നമ്മൾ അനായാസം പ്രവേശിക്കണം. പത്രോസ് ഒരു ഉപദേശം തരുന്നുണ്ട്. 2 പത്രോസ് 1:10-11 വാക്യങ്ങളിൽ, ആകയാൽ സഹോദരരെ, നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പിക്കുന്നതിൽ കൂടുതൽ ഉത്സാഹമുള്ളവരായിരിക്കുവീൻ. ഇങ്ങനെ ചെയ്താൽ ഒരിക്കലും നിങ്ങൾ വീണുപോകുകയില്ല. നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശു ക്രിസ്തുവിൻ്റെ അനശ്വരമായ രാജ്യത്തിലേക്ക് അനായാസം നിങ്ങൾക്ക് പ്രവേശനം ലഭിക്കുകയും ചെയ്യും. ഒരു ആത്മീയ ശുദ്ധീകരണം നടത്തണം. വെളിപ്പാട് 22:14 പറയുന്നു, ജീവൻ്റെ വൃക്ഷത്തിന്മേൽ അവകാശം ലഭിക്കാനും കവാടങ്ങളിലൂടെ നഗരത്തിലേക്ക് പ്രവേശിക്കാനും നിങ്ങളുടെ അങ്കികൾ കഴുകി ശുദ്ധിയാക്കുന്നവർ ഭാഗ്യവാന്മാർ.
രക്ഷ നമുക്ക് വേണ്ടി വാഗ്ദാനം ചെയ്യപ്പെട്ട ഒരു കാര്യമാണ്. യെശയ്യാ 45:17 കർത്താവ് ഇസ്രായേലിനെ എന്നേക്കും രക്ഷ നൽകിയിരിക്കുന്നു, നിങ്ങൾക്ക് ഒരിക്കലും ലജ്ജിച്ച് തലതാഴ്ത്തേണ്ടി വരികയില്ല. മർക്കോസ് 16:16 വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടും. രക്ഷ സൗജന്യമാണെന്നൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം. യെശയ്യാ 55:1 പറയുന്നു, ദാഹാർത്തരേ ജലാശയത്തിലേക്ക് വരുവീൻ, നിർധനൻ വന്ന് വാങ്ങി ഭക്ഷിക്കട്ടെ, വീഞ്ഞും പാലും സൗജന്യമായി വാങ്ങിക്കൊള്ളുക. റോമർ 3:24 പറയുന്നു, അവർ അവിടുത്തെ കൃപയാൽ യേശു ക്രിസ്തു വഴിയുള്ള വീണ്ടെടുപ്പിലൂടെ സൗജന്യമായി നീതീകരിക്കപ്പെടുന്നു. വെളിപാട് 22:17 പറയുന്നു, ആത്മാവും മണവാട്ടിയും പറയുന്നു, വരിക. കേൾക്കുന്നവർ പറയട്ടെ, വരിക. ദാഹിക്കുന്നവൻ വരട്ടെ. ആഗ്രഹമുള്ളവൻ ജീവൻ ജലം സൗജന്യമായി സ്വീകരിക്കട്ടെ. സൗജന്യമാണെന്ന് നമ്മൾ ഓർത്തോണം. രക്ഷ ദൈവത്തിൻ്റെ ദാനമാണ്. യോഹന്നാൻ 3:16 എന്തെന്നാൽ അവരിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ഇതൊരു ദാനമാണ്. ഈ യോഹന്നാൻ 3:16 അത് ബൈബിളിൻ്റെ തന്നെ രത്നച്ചുരുക്കം പറയുന്ന വാചകമാണ്. ദൈവം തൻ്റെ ഏകപുത്രനെ നമുക്ക് വേണ്ടി തന്നു, അവൻ ബലിയർപ്പിച്ചു നമുക്ക് വേണ്ടി. അത്രമാത്രം സ്നേഹിച്ചിരിക്കുക. അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കണം. വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കണം. ദൈവം നമ്മളോട് അത്രമാത്രം സ്നേഹം കാണിച്ചു. ഇന്ന് നാം പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്തത് എഫേസോസ് 5-ാം 22-23 വാക്യങ്ങളാണ്. ഭാര്യമാരുടെ കടമകളെക്കുറിച്ചൊക്കെ നാം പഠിച്ചു. സ്ത്രീകളുടെ വിധേയത്വത്തെക്കുറിച്ച് നാം ചിന്തിച്ചു. സ്ത്രീകൾ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച ഏതാനും രംഗങ്ങളെക്കുറിച്ച് ബൈബിളിൽ നിന്ന് നാം ചിന്തിച്ചു. ക്രിസ്തു സഭയുടെ ശിരസ്സാണെന്ന് നാം കണ്ടു. ക്രിസ്തു ശരീരത്തിൻ്റെ രക്ഷകനാണെന്നും നാം മനസ്സിലാക്കി. ദാനമായി ലഭിക്കുന്ന ഈ രക്ഷ നമുക്ക് പ്രാപിക്കാൻ വിശ്വാസത്താൽ നമുക്ക് ജീവിക്കാം. 154-ാമത്തെ എപ്പിസോഡിൽ എഫേസോസ് 5:24 മുതൽ നമുക്ക് പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്യാം. പരിശുദ്ധാത്മാവ് നമ്മളെ മുന്നോട്ട് നയിക്കട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.